സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിൽ ആയിരുന്നു അന്ത്യം. 16 വയതിനിലെ അടക്കം ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ സംവിധായകൻ ആയിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. അടുത്തിടെ മലയാളത്തിൽ തുടരും എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖർ ഭാരതി രാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. തമിഴ് സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ദിശ മാറ്റിയ സംവിധായകൻ ആയിരുന്നു ഭാരതി രാജ. തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിമുകളും. തേനിയിലെ അല്ലി നഗരത്തിൽ നിന്ന് മദുരാശിയിലേക്ക് വണ്ടി കയറിയ ഒരു ചെറുപ്പക്കാരന്റെ കഥ. അയാൾ ഭാരതി രാജ ആകുന്നതിനു മുമ്പ് ചിന്നസ്വാമിയായിരുന്നു. പെരിയമാനി തേവരുടെയും മീനാക്ഷി അമ്മാളുടെയും മകൻ ചിന്നസ്വാമി ഭാരതിരാജ ആയതിനു പിന്നിൽ വലിയ കഥയാണുള്ളത്. അല്ലി നഗരത്തിൽ അയാൾ നട്ട പ്രതീക്ഷയുടെ മരങ്ങൾ മദ്രാശി നഗരത്തിലേക്ക് എങ്ങനെ പടർന്നുകയറിയെന്ന കഥ. ശിവാജി ഗണേശനും ചിന്നസ്വാമിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. രക്തബന്ധമല്ല, പകരം ഉള്ളിൽ പടർന്നുകയറിയ ഭ്രാന്തമായ ആരാധനയുടെ കഥ. 1952 തേനിയിലെ ഓല കെട്ടിയ തിയേറ്ററിൽ കണ്ട ശിവാജി ഗണേശന്റെ പരാശക്തി ചിന്നസ്വാമിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. നടപ്പിലും ഇരിപ്പിലും ഭാവങ്ങളിലുമെല്ലാം ചിന്നസ്വാമി ശിവാജിയായി മാറി. അതോടെ കൂട്ടുകാരും അയൽക്കാരും വീട്ടുകാരുമെല്ലാം ആ കുട്ടിയെ ശിവാജി എന്ന് വിളിച്ചു. പിന്നെ നാടകമെഴുത്തും സംവിധാനവും തുടങ്ങിയപ്പോൾ മദിരാശിയിലെത്തി സിനിമാക്കാരനാവാൻ മോഹം. കയ്യിൽ 300 രൂപയും ഒരു ബാഗിൽ തുണിയുമായി ഒരു രാത്രി ഏതോ ലോറിയിൽ കയറി മദ്രാശിയിലെത്തി. കടമ്പകൾ പലത് കടന്ന് മദ്രാശിയിലെത്തിയപ്പോഴും ഏറെക്കാലം ദുരിതം. ഒടുവിൽ സിനിമാക്കാർക്ക് പിന്നാലെയായി ജീവിതം. സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിൽ കന്നഡ സംവിധായകൻ പുട്ടണ്ണയാണ് ചിന്നസ്വാമിയെ ആദ്യമായി ഭാരതി രാജ എന്ന് വിളിച്ചത്. തമിഴകത്തെ മണ്ണും തമിഴന്റെ മനസ്സും ഭാരതി രാജയുടെ കഥയും കഥാപാത്രങ്ങളുമായി. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങൾ അയാൾക്ക് മുന്നിൽ കഥാപശ്ചാത്തലമൊരുക്കി. തമിഴ് സിനിമയിൽ ഭാവുകത്വത്തിന്റെയും ദിശയുടെയും പുതിയ പാത തുറക്കപ്പെട്ടു. നവസിനിമയുടെ പുതിയ തുടക്കം ഭാരതി രാജയിലൂടെ സംഭവിച്ചു. 1977 5 ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച 16 വയതിനിലെ ആയിരുന്നു ഭാരതി രാജയുടെ ആദ്യ ചിത്രം. തമിഴ്നാട്ടിലെ സിനിമാ കൊട്ടകകളിൽ 1 വർഷത്തിലധികം ഓടിയാണ് 16 വയതിനിലെ ചരിത്രം സൃഷ്ടിച്ചത്. രജനീകാന്തും കമൽഹാസനും ശ്രീദേവിയുമടക്കമുള്ള താരങ്ങളുടെ ഗംഭീര പ്രകടനം ഭാരതി രാജയിലൂടെ പുറത്തുവന്നു. കിഴക്കേ പോകും വെയിൽ, സിഗപ്പൂർ റോജാക്കൾ, നിഴൽകൾ, മുതൽ മര്യാദ തുടങ്ങിയവയാണ് ഭാരതി രാജയുടെ ശ്രദ്ധേയമായ മറ്റു ചിത്രങ്ങൾ. മലയാളത്തിൽ തുടരുമടക്കമുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. തമിഴ് സിനിമയെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയെ തന്നെ ഭാരതി രാജയ്ക്ക് മുമ്പും ശേഷവുമെന്ന് വിലയിരുത്താം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.